കാസർഗോഡ് അമ്പലത്തറയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതി അറസ്റ്റിൽ. പാണത്തൂർ ബാപ്പുംകയം സ്വദേശി ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നും ഭയത്തിൽ മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ചതെന്നുമാണ് പ്രതിയുടെ മൊഴി. 2011 ജനുവരിയിലാണ് വിദ്യാർത്ഥിനിയായിരുന്ന 17-കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. ആദ്യം അച്ഛന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പെൺകുട്ടിയെ കാണാതായതിന് പിന്നിൽ ബിജു പൗലോസ് ആണെന്ന് തുടക്കം മുതൽ കുടുംബം ആരോപണം ഉന്നയിച്ചെങ്കിലും തെളിവില്ലാത്തതിനാൽ അന്വേഷണം വഴിമുട്ടി. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ബിജു പൗലോസിനെ നിരവധി തവണ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്തിരുന്നില്ല. അജാനൂരിലെ താമസ സ്ഥലത്ത് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും തുടർന്ന് മൃതദേഹം പാണത്തൂർ പവിത്രം കായലിൽ ഉപേക്ഷിച്ചുവെന്നും ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു സ്ത്രീയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. ഇത് അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ പിന്നീട് സംസ്കരിച്ചു. ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. കേസിൽ നിന്നും രക്ഷപ്പെടാൻ പെൺകുട്ടിയുടെ ഫോൺ എറണാകുളത്തെത്തിച്ച് ചൈനീസ് ഫോണിൽ നിന്നും അച്ഛന്റെ സുഹൃത്തിനെ പ്രതി വിളിച്ചിരുന്നു. ജോലി കിട്ടിയതായും ഇനി വിളിക്കാൻ അവസരം കിട്ടില്ലെന്നുമാണ് പറഞ്ഞത്. സ്ത്രീയുടെ ശബ്ദത്തിലായിരുന്നു ഫോൺ വിളി. മരണത്തിന് ശേഷം അവളുടെ മൊബൈലുമായിട്ട് എറണാകുളം വരെ പോവുകയും എറണാകുളത്ത് നിന്ന് ജോലി കിട്ടിപ്പോയി എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ അവൻ ശ്രമം നടത്തി. അതിന് ഒന്നുപയോഗിച്ചത് ഇവൻ്റെ മൊബൈൽ ചൈനീസ് ഇതിലെ സ്ത്രീകളുടെ ശബ്ദം ഉണ്ടാകുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് അച്ഛനെ മിസ് കോൾ ചെയ്തത് എടുക്കാതിരിക്കാൻ കാരണം മകളുടെ ശബ്ദമല്ല എന്നുള്ള മനസ്സിലാവുമ്പോൾ പിടിക്കപ്പെടുന്നുള്ളതുകൊണ്ട് അച്ഛൻ്റെ സുഹൃത്തിനെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ എറണാകുളം പോവുകയാണ്, 2 മാസത്തോളം ഉണ്ടാവില്ല, അവിടെ കോഴ്സ് ആയതുകൊണ്ട് ഫോണും സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിളിക്കണ്ട എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ സുഹൃത്തിന് ആ കാര്യം അച്ഛൻ്റെ സുഹൃത്ത് പറയുകയും ചെയ്തു. കർണാടകയിലെ ജോലി സ്ഥലത്ത് നിന്നാണ് ബിജുവിനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി SSLCക്ക് പഠിക്കുമ്പോൾ മുതൽ പ്രതിയുമായി അടുപ്പമുണ്ടായിരുന്നു. +2 ശേഷം പ്രതിയുടെ നിർദ്ദേശപ്രകാരമുള്ള കോഴ്സുകൾ പഠിച്ച പെൺകുട്ടിയെ ബിജു ഹോസ്റ്റലിൽ നിന്ന് വാടക വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പെൺകുട്ടി വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതോടെ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ ബിജു ബന്ധത്തിൽ നിന്ന് പിന്മാറി. ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് ശിഥിലമാവുകയും അവള് കുറച്ചുകൂടി കല്യാണം കഴിക്കണം, കുറച്ച് ഡിമാൻഡുകളും ഇതൊക്കെ വരികയും ചെയ്യുകയും ഇവനാണെങ്കിൽ ഭാര്യയും 2 കുട്ടികളുണ്ടായിരുന്നു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കൂടുതൽ പ്രതികളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെല്ലാം വകുപ്പനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാനുണ്ട്. അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. IGP പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.